സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 33ാമത് കേരള സാഹിത്യോത്സവിന് അങ്ങനെ കൊടിയിറങ്ങിയിരിക്കുകയാണ്. ഇത്തവണ സാഹിത്യോത്സവ് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബ്ദമില്ലാത്തവരുടെ ലോകത്തേക്കും കാഴ്ചയില്ലാത്തവരുടെ ലോകത്തേക്കും നമ്മുടെ മത്സരങ്ങൾ കടന്നു ചെന്നു എന്നതാണ്. അവരെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് കാന്തപുരം ഉസ്താദ് കേരളയാത്രയിൽ ഉയർത്തിയ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം ഈ കേരള സാഹിത്യോത്സവ് കൂടി ഏറ്റെടുത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സൈൻ ലാംഗ്വേജിലുള്ള മത്സരങ്ങൾ, ബ്രെയിൻ ലിപിയിലുള്ള മത്സരങ്ങൾ എല്ലാം ഇത്തവണ സാഹിത്യോത്സവിലേക്ക് വന്നു. ഇപ്പോഴിതാ ഈ സാഹിത്യോത്സവിൻ്റെ മനോഹരമായ കമാനങ്ങളുടെയും അതുപോലെ തന്നെ സാഹിത്യോത്സവിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലെല്ലാമുള്ള അതിമനോഹരമായ നിർമ്മിതികളുടെയും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരാൾ കൂടി ആ ശബ്ദമില്ലാത്തവരുടെ ലോകത്ത് നിന്നുണ്ട്. അതാണ് കൊല്ലം സ്വദേശിയായ കലാം. അദ്ദേഹത്തിന് സംസാരിക്കാൻ നമ്മളോട് ശബ്ദങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല. സൈൻ ലാംഗ്വേജിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തി കൊടുത്ത സിനാൻ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. സിനാനാണ് അദ്ദേഹവുമായിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സൈൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ സൈൻ ലാംഗ്വേജിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ നിർമ്മിതികളുടെ പ്രധാനപ്പെട്ട വെൽഡിംഗ് വർക്കുകളൊക്കെ അദ്ദേഹമാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മളോട് പറയും. ഉസ്താദ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അദ്ദേഹം നമ്മളോട് വർഷങ്ങളായി സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വർക്കുകൾ ചെയ്യുന്നതിൽ വളരെ സഹായകരമായി നമ്മൾ കൂടെ നിൽക്കുന്ന ആളാണ്. രാപകലില്ലാതെ മറ്റു വെൽഡർമാരെക്കാളും മുഴുവൻ സമയം നമ്മളെപ്പോൾ പറഞ്ഞാലും നമ്മളെ കൂടെ ഏത് രാത്രിയും വന്ന് നിന്ന് വർക്ക് ചെയ്യുന്നു. SSFൻ്റെ പ്രൊഫ് സമ്മിറ്റ് കൊല്ലം ജില്ലയിൽ നടന്നപ്പോൾ ഇദ്ദേഹം വളരെ വലിയ സേവനങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇത്തവണത്തെ കൊല്ലം ജില്ലാ സാഹിത്യോത്സവത്തിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് പ്രതിനിധികൾ കാണുകയും ഇവിടെ വളരെ അത്യാവശ്യമായൊരു സാഹചര്യം വരുമ്പോൾ എന്നെ ബന്ധപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതാണ്. കൊല്ലം ജില്ലയിലെ മൊട്ടക്കാവ് സ്വദേശിയാണ് ഇദ്ദേഹം. അബ്ദുൽ കലാം എന്നാണ് പേര്. നമ്മൾ ഏതൊരു കാര്യം വരച്ച് കാണിച്ചു കൊടുത്താലും അതുപോലെ നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കത് ഒറ്റയ്ക്ക് നിന്ന് പണിതിട്ട് ഒരു സഹായിയുടെ ആവശ്യം പോലും ഇല്ലാതെ ഇവരുടെ അനുഭവസ്ഥരോടുണ്ട്, അവർ നിങ്ങളോട് പറയും. സിനാൻ എങ്ങനെയായിരുന്നു അപ്പോൾ മൂപ്പരെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ സിനാൻ എങ്ങനെയാണ് മൂപ്പരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? സത്യം പറയുകയാണെങ്കിൽ എനിക്കും ആംഗ്യ ഭാഷ അറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടലാണ് എനിക്ക് ആംഗ്യ ഭാഷയ്ക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നിട്ടുള്ളത്. ഞാൻ ഓരോ കാര്യങ്ങളും മൂപ്പരോട് പറയുമ്പോഴും മൂപ്പര് ഇങ്ങോട്ട് ചോദിക്കും, ഇത് ഇങ്ങനെ ആക്കിയാൽ പോരാ, വേറൊരു ഐഡിയ മൂപ്പരതായിട്ടുള്ളൊരു ഐഡിയ ഷെയർ ചെയ്യും. അത് വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാവാണ്. ആംഗ്യ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം അത് പറയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആംഗ്യ ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഷകൾക്ക് അതീതമാണല്ലോ ആംഗ്യ ഭാഷ. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അപ്പം എനിക്ക് അവസാനം കഴിയുമ്പോൾ ഒരു നല്ലൊരു സുഹൃത്തായിട്ടാണ് മൂപ്പരോട് തോന്നിയിട്ടുള്ളത്. പിന്നെ അവസാനം ഓരോ വേദികളിലോട്ട് ഇങ്ങനെ മാറി മാറി പോകുമ്പോഴും മൂപ്പര് അവിടെയൊക്കെ ഉണ്ടാവും. അവിടെ നിന്നിട്ട് ഞാൻ ചെയ്ത വർക്കാണ് ആ രൂപത്തിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഒന്നും അറിയാത്ത ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, മൂപ്പർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കൊക്കെ കണ്ടിട്ടുള്ള സന്തോഷം കാണുമ്പോൾ എക്സ്പ്രസ് ചെയ്യാണ്. അത് നല്ലൊരു. ഇപ്പോൾ നമുക്ക് കലാമിനോട് കൂടി സംസാരിക്കേണ്ടത്, പക്ഷേ കലാമിനോട് സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല, എനിക്ക് സൈൻ ലാംഗ്വേജ് വശമില്ല. അപ്പോൾ സൈൻ ലാംഗ്വേജ് രംഗത്ത് വിദഗ്ധനായ നമ്മുടെ അബ്ദുൽ ഗഫൂർ സഖാഫി പാക്കണ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം സൈൻ ലാംഗ്വേജ് ഇപ്പം കേരള യാത്രയിലൊക്കെ നമ്മൾ ഉസ്താദിനെ കണ്ടതാണ്. കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗം സൈൻ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്തി ചെയ്തത് വളരെ നല്ലൊരു എഫേർട്ടായിരുന്നു. ഇപ്പോൾ സാഹിത്യോത്സവിൽ ഈ മത്സരങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് ഒന്ന് നമുക്ക് കലാമുമായിട്ട് സംസാരിച്ചിട്ട് അതൊന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. തീർച്ചയായിട്ടും. മൂപ്പർ മാത്രമാണ് ഇതിൽ ജോലിയിൽ ഒപ്പമുണ്ടായിരുന്നത്. അതുപോലെ കൂട്ടുകാരന്മാർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും 10 ആൾക്കാരുണ്ടായിരുന്നു. അതിലും എന്തായാലും ഡഫ് സുഹൃത്തുക്കളാണ്. അതുപോലെ 4 ആൾക്കാർ ഡഫ്. ഓക്കെ കുറഞ്ഞ മറ്റു മതസ്ഥയിൽപ്പെട്ട ആളുകളും എന്തായിട്ടുണ്ട് ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസമുണ്ടെങ്കിലും ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട്, SSFന് വേണ്ടിയിട്ട്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അദ്ദേഹം ഇവിടുത്തെ ഉസ്താദുമാരോട് കൂട്ടുകാരോട് ഒന്നിച്ചെന്തായിട്ടുണ്ട് അതിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സമയം 8 മണിക്ക് അദ്ദേഹം എന്താകും ജോലിയിൽ വരും. രാത്രി കഴിവിൻ്റെ പരമാവധി പ്രവർത്തകരോടൊപ്പം എന്താകും സഹകരിച്ച് കൂടും എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. വർഷമായിട്ട് അദ്ദേഹം ഫീൽഡിലുണ്ട്? 12 വർഷത്തോളം ഈ ഫീൽഡിൽ മൂപ്പരെന്തുണ്ട് ജോലി പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അപ്പോൾ അതാണല്ലേ ഇപ്പം സാഹിത്യോത്സവം ഇത്തവണ പലതുകൊണ്ടും അങ്ങനെ വ്യത്യസ്തമായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ശുക്രൻ, അൽഹംദുലില്ലാ. എന്താണ് പറയേണ്ടതെന്ന് വാക്കുകളില്ല. കാരണം സംസാരിക്കാൻ കഴിയാത്തതായ ഇങ്ങനത്തതായ കുട്ടികളെ ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മളെപ്പോലെ സംസാരിക്കുന്ന, ഞാൻ സംഘാടകരോട് പറഞ്ഞു, സംസാരവും പാട്ടും അല്ലാത്ത ഏത് മേഖലയും ഇവരെ നമ്മൾ നോർമലായ മക്കൾ പങ്കെടുക്കുന്നതായ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയാണ്. ഈ ഡിസൈനിങ് ആവട്ടെ, ചിത്രരചനയാവട്ടെ, മറ്റുള്ളതായ എഴുത്ത് പരമാവട്ടെ, ഈ കുട്ടികൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണം. കാരണം ഇവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഉസ്താദിൻ്റെ യാത്ര എന്നുള്ളത് തന്നെ. ഇത് കാരണമായിട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് അതുപോലെ കുട്ടികൾക്ക് തന്നെ നല്ല പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തതിലും ഈ പ്രവർത്തകർ, SSFൻ്റെ പ്രവർത്തകർ ഒന്നും കൂടിയും മുമ്പോട്ട് വരികയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് കുട്ടികളെ നമുക്ക് ഈ അവരുടെ കഴിവ് നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാണ്, അങ്ങനെ എല്ലാ മനുഷ്യരെയും ഉൾച്ചേർത്തുകൊണ്ട് സാഹിത്യോത്സവം അങ്ങനെ വളർന്ന് വലുതാവുകയാണ്. 33 വർഷം സാഹിത്യോത്സവം പിന്നിടുമ്പോൾ ഓരോ വർഷവും ഓരോ അടയാളപ്പെടുത്തലുകൾ സാഹിത്യോത്സവങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ എന്തായിരിക്കും സാഹിത്യോത്സവം കാത്തുവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ശിഹാബ്, സിറാജ് ലൈവ്. waytonikah.com, the exclusive Muslim matrimonial site.